എന്നും പതിവ് പോലെ തന്നെ അമലിച്ചും ജോലിക്ക് പോകുന്നു, ഞാനും കുരുപ്പും വീട്ടിലിരിക്കുന്നു. അപ്പം ഞങ്ങൾക്ക് രണ്ടിനും പതിവ് തെറ്റിക്കാതുള്ള ഉമ്മകൾ കിട്ടി. ഇനി അമലിച്ചൻ പോയിട്ട് വേണം കുരുപ്പിനെ കൊണ്ട് വെളിയിലിറങ്ങാം. മഴ എപ്പോൾ വേണേലും പെയ്യാവുന്നതുകൊണ്ട് റെയിൻകോട്ട് മുഖ്യം പിക്കിലേ. അങ്ങനെ അമലിച്ചൻ പോയി. നല്ല കുത്തനെയുള്ളൊരു ഇറക്കമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ആ ഇറക്കം ഇറങ്ങുന്നതും ഇവിടെ വരെ പോകുന്നതും കാണാൻ പറ്റുക. ഇനി ആ കുരുപ്പിൻ്റെ കുരുപ്പേ വാ ചുച്ചു വെച്ചിട്ട് വരാം. വാ. പ്രകാശിന്റെ മകളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഷൗക്കത്തിനെതിരായ അമ്മയുടെ സുന്ദരിയാണോ? അമ്മയുടെ സ്വത്തുമണിയാണോ? അമ്മയുടെ കുഞ്ചിരിപ്പനാണോ? ഞാൻ ചൂച്ചു വെക്കാം. മഴ പോയി ഇവിടെ 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 താണ്ടടാ. ഇവക്ക് പ്രാന്താണോ? പിന്നെ എത്ര സ്ഥലം ഉണ്ടെങ്കിലും അവൾക്ക് തോന്നുന്നിടത്തെ അവൾ ചൂച്ചു വെക്കുകയുള്ളൂ. അത് നിർബന്ധമാണ്. മഴയാണെങ്കിൽ വെളിയിലിറങ്ങാൻ കുരുപ്പിന് ഭയങ്കര മടിയാണ് കേട്ടോ. എന്നാലും ചൂച്ചു വെച്ചല്ലേ പറ്റുള്ളൂ. അങ്ങനെ കുറച്ച് നേരമൊക്കെ നടത്തിച്ച് ഇങ്ങനെ കൊണ്ടുവന്നു. ചില ചെടികളൊക്കെ പൊട്ടി മുളച്ച് വരുന്നുണ്ട് കേട്ടോ. അവളപ്പോൾ പുല്ല് തിന്നാൻ പോയി. പുല്ല് തിന്നാൻ പോവാനോ? അവൾ ക്യാറ്റ് ഫുഡ് കഴിഞ്ഞിട്ട് ആകെ കഴിക്കുന്നൊരു സാധനം ഈ പുല്ലാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് പുല്ല് കഴിക്കും. ദഹനത്തിനൊക്കെ നല്ലതാണല്ലോ പൂച്ചയ്ക്ക്. അപ്പോൾ വിരയോ അങ്ങനെ എന്തെങ്കിലും ശല്യം ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും. അവൾക്കിപ്പോൾ ഇടിയും മഴയൊക്കെ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് പെട്ടെന്നാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ നല്ലൊരു അന്തരീക്ഷമാണ്. കാരണം മഴയൊക്കെ പെയ്ത് പടേന്നാണ് ഇവിടെ ഫുള്ള് കാട് കയറിയത്. അപ്പോൾ കുരുപ്പിനെ ഞാനങ്ങനെ ഒറ്റയ്ക്കൊന്നും വിടാറൊന്നുമില്ല. കൂടുതലും കൂട്ടത്തിൽ തന്നെയാണ് നിർത്തുന്നത്. അവൾ പിന്നെ കൊതുകിൻ്റെ ശല്യം കൂടുതലാണ് കേട്ടോ. അപ്പോൾ പിന്നെ അവൾ നേരെ മുറിക്കകത്തോട്ടാണ് പോയത്. കാരണം അവൾ വെളിയിൽ കുറേ നേരം ഇരിക്കേണ്ടതാണ്. പക്ഷേ കൊതുകിൻ്റെ ശല്യം കാരണമായിരിക്കും അവൾ നേരെ അകത്ത് വന്നുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമായി. ഇനി നേരെ അവളുടെ ബെൽറ്റൊക്കെയോ നൂരി വിട്ട് അവളെ ഫ്രീ ആക്കി വിടുക. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ശല്യമായിരിക്കും കേട്ടോ. നമ്മൾ കഴിക്കുന്ന സമയത്തായിരിക്കും അവൾക്ക് വെളിയിൽ പോകാനും വെളിയിലിരിക്കാനും ഒക്കെ ഭയങ്കര തോന്നലുകൾ തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ അവളുടെ പരിപാടികളെല്ലാം നടത്തിയിട്ട് അവളെ അകത്ത് കയറ്റി. അവൾക്ക് ഫുഡ് ഇരിപ്പുണ്ട്, വെള്ളവും ഫ്രഷായിട്ട് ഇരിപ്പുണ്ട്. ഇനിയും ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി വെക്കണം. ഈ പുതപ്പൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് ബെഡ്റൂം ഒന്ന് കാണുമ്പം പകുതി പണി കഴിഞ്ഞൊരു ഫീലില്ലേ? എനിക്കങ്ങനെയാണ് കേട്ടോ. അപ്പം ഞാൻ ബെഡ്റൂമൊക്കെ ഇനി ഇങ്ങോട്ട് കയറുന്നത് വൈകിട്ടല്ലേ ഉള്ളൂ. ഇടയ്ക്കൊന്നും വന്ന് കിടപ്പൊന്നും അങ്ങനെയൊന്നും ഇല്ല. അപ്പം നേരെ പിന്നെ അടുക്കളയിലോട്ട് പോയി. കുറച്ച് പാത്രമേ കഴുകാനുള്ളൂ. ഞാനപ്പം ഇന്ന് വെച്ച തട്ടിക്കുട്ടിൽ സാമ്പാർ, അതായത് പ്രത്യേകിച്ച് കഷ്ണങ്ങളൊന്നുമില്ല സാമ്പാറിൻ്റെ. എന്തൊക്കെയോ ചേനയോ ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റും കുറച്ച് പയറും അങ്ങനെയൊക്കെ കുറച്ച് ഐറ്റംസൊക്കെ ഉള്ളായിരുന്നു. അത് വെച്ച് ഞാൻ സാമ്പാറുണ്ടാക്കി. പിന്നെ ഇഡ്ഡലി അച്ചയ്ക്ക് ഇന്ന് കൊടുത്ത് വിട്ടു. അതുകൊണ്ട് എനിക്ക് ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. എനിക്ക് വേണ്ടി കുറച്ച് തേങ്ങാ ചട്നി ഞാൻ ഉണ്ടാക്കി വെച്ച് കേട്ടോ. എനിക്ക് സാമ്പാർ ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ ഇഷ്ടമാണ്. ബട്ട് ഇത്